ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ കഥയിൽ മിത്രയാണെങ്കിൽ സുമിത്ര ഫോൺ ചെയ്യുന്നത് കണ്ടിട്ട് ഋഷിയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. മിത്രയാണെങ്കിൽ സൂര്യയോട് പോയി ചോദിക്കുകയാണ്, നീ ആരെയാണ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയാണ്, ഇതൊരു അത്യാവശ്യ കോളായിരുന്നു, അത് മാത്രമല്ല ക്ലാസ്സിലല്ല, ഞാൻ വെളിയിൽ ബ്രേക്ക് ടൈമിലാണ് ഉപയോഗിച്ചതെന്നും പറയുന്നു. മിത്രയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. മിത്ര ചോദിക്കുകയാണ്, നീ ആരോടാണ് ഈ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചത്, ഋഷിയോടാണോ എന്ന് ചോദിക്കുന്നു. സൂര്യയാണെങ്കിൽ ഋഷിയോടല്ല എന്ന് പറയുന്നു. അപ്പോൾ മിത്ര എനിക്ക് കോള് കാണണമെന്ന് പറയുന്നു. സൂര്യ പക്ഷെ സമ്മതിക്കുന്നില്ല. മിത്ര അവസാനം സൂര്യയുടെ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങുമ്പോൾ കാണുന്നത് നമ്പർ ആര്യയാണ് വിളിച്ചതെന്ന് മിത്രയ്ക്ക് മനസ്സിലാകുന്നു. സൂര്യയോടാണെങ്കിൽ മിത്ര പറയാണ്, ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ തിരിച്ചു കൊടുക്കുന്നു. സൂര്യയാണെങ്കിൽ മിത്രയോട് അപ്പോൾ പറയാണ്, മേഡത്തോട് എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്, ഇതുപോലെ ഇനി ആവർത്തിക്കരുത്. സൂര്യയാണെങ്കിൽ മിത്രയോടും പറയുകയാണ്, മേഡത്തോടും എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഇനിയും ചെയ്തേക്കരുതെന്നാണ്. ത്തിന് ഋഷി സാറിനെ സംശയമുണ്ടെങ്കിൽ അത് ഋഷി സാറിനോട് പറയണം, അല്ലാതെ എൻ്റെ സ്വകാര്യതയിൽ വന്ന് കൈകടത്തുകയല്ല വേണ്ടത്. മേഡത്തെ പോലെ ഒരാളുടെ കയ്യിൽ നിന്നും ഞാൻ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തിയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ സൂര്യ പറയുന്നു. ഇത്രയാണെങ്കിൽ ഒരു സോറിയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വേറൊരു സാർ അവിടേക്ക് വരുന്നു. സാർ ചോദിക്കുന്നു, ടീച്ചറിനെ ഈ കുട്ടി എന്താണ് വേദനിപ്പിച്ചത്, വല്ല ഷൗട്ടിങ് ചെയ്തതാണോ, അങ്ങനെയെങ്കിൽ നടപടി എടുക്കണമെന്നൊക്കെ പറയുന്നു. ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മിത്ര പറയുന്നു, ഒരു നടപടിയും വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന്. ാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അക്കാമയും ടീച്ചറും ചോദിക്കുകയാണ്, എന്തു പറ്റിയെന്ന്. അപ്പോൾ പറയണം, ഇനി എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ഋഷി സാറിനോട് പറയത്തില്ല. ഞാനും ഋഷി സാറും തമ്മിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇനി മുന്നോട്ട് പോയാൽ പ്രശ്നമാകും. നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുമാത്രമല്ല എനിക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് പഠിത്തത്തിൽ പോലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഋഷി വീട്ടിലേക്ക് വരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ അക്കാമ്മ ചെന്ന് തുറക്കുമ്പോൾ ഋഷിയാണ് കാണുന്നത്. ടീച്ചറാണെങ്കിൽ പറയുന്നു ഋഷിയോട് അകത്തേക്ക് വരാൻ. അപ്പോൾ ഋഷി പറയാണ്, എനിക്ക് സൂര്യയോട് കുറച്ച് സംസാരിക്കണമെന്ന്. അവർ പറയുന്നു, നിങ്ങൾ സംസാരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന്. സൂര്യയാണെങ്കിൽ വെളിയിലേക്ക് ഋഷിയുടെ അടുത്ത് ചെല്ലുന്നു. ഋഷിയാണെങ്കിൽ പറയുകയാണ്, ഇന്ന് കോളേജിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മിത്രയ്ക്ക് വേണ്ടി ഞാൻ തന്നോട് സോറി പറയുകയാണ്. സൂര്യ അപ്പോൾ പറയുകയാണ്, സാർ ഇവിടെ വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. മറ്റുള്ളവർക്ക് വേണ്ടി സാർ എത്ര തവണ ഇപ്പം തന്നെ എന്നോട് സോറി പറഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ എന്താണ് വേണ്ടതെന്ന്. സൂര്യ അപ്പോൾ പറയാണ്, ഞാൻ എത്ര തവണ സാറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം അപമാനിക്കപ്പെട്ടു. ഒരുപാട് പേര് മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം സാർ എന്നോട് രഹസ്യമായിട്ട് വന്ന് സോറി പറയും. ഒരിക്കലെങ്കിലും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നോട് കാണിച്ചവരോടൊക്കെ എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. 2 വള്ളത്തിൽ കാല് ചവിട്ടിയാണ് നിൽക്കുന്നതെന്നൊക്കെ സൂര്യ പറയാണ്. അപ്പോൾ ഋഷി പറയാണ്, എൻ്റെ സാഹചര്യം കൊണ്ടാണെന്ന്. പറയാണ്, സാഹചര്യങ്ങളെ കുറ്റം പറയാതെ പൊരുതി ജയിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന്. സാറിനെ കൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ആകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ചിലപ്പം സാറിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല എന്നൊക്കെ സൂര്യ പറയുന്നു. പറയണം, ഞാൻ സാറിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞോട്ടെ എന്ന്. എന്നിട്ട് സൂര്യ പറയുകയാണ്, സാറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ശരിക്കും എനിക്കൊരു ഭാരമാണ്, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുന്നു. സൂര്യ പറയാണ്, ഇനിയും ഒരു അധ്യാപകനും സ്റ്റുഡൻറ്റും മാത്രമുള്ള ബന്ധം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് സൂര്യ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഇതാണെങ്കിൽ സൂര്യ അകത്തേക്ക് പോകാൻ സമ്മതിക്കാതെ കൈ പിടിക്കുന്നു. സൂര്യയാണെങ്കിൽ ഋഷിയുടെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് പോകുന്നു. ഋഷിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു. ഋഷിയാണെങ്കിൽ തിരിഞ്ഞു നിന്ന് പറയാണ്, സാർ ഞാനിന്ന് പഠിച്ചോട്ടെ, രക്ഷപ്പെട്ടോട്ടെ. ഒരു ഗതികെട്ട വീടിൻ്റെ അവസാന പ്രതീക്ഷയാണ് ഞാൻ. അത് സാറായിട്ട് തടസ്സമുണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു. സൂര്യ ഇങ്ങനെ സംസാരിക്കുന്നതാണെങ്കിൽ അതിഥി ടീച്ചറും കേൾക്കുന്നു. ഋഷിയാണെങ്കിൽ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പിയിട്ട് പോകുന്നു. ഋഷിയാണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് അതിഥി ടീച്ചർ സ്വയം മനസ്സിൽ പറയാണ്, നിനക്ക് അവളെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ആഗ്രഹം നടത്തിത്തരാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ അതിനൊന്നും ഇപ്പോൾ കഴിയത്തില്ല. നിന്നെ ഒന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്നുമുണ്ട്, അതും പറ്റത്തില്ലല്ലോ. പക്ഷെ എന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകുമെന്നൊക്കെ പറയാണ്. ഋഷിയാണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ കാർ എടുത്ത് പോകുന്നു. ആ സമയത്ത് ടീച്ചറിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്.
എന്താണെങ്കിൽ റാണി അമ്മയോടും കുഞ്ഞിയോടും പറയുകയാണ്, ഇന്നത്തെ ദിവസം സൂര്യയാണെങ്കിൽ മിത്രയോട് പെരുമാറിയത് ഒട്ടും ശരിയായില്ല. ഇങ്ങനെ പോയാൽ അവൾ നാളെ നമ്മളോട് ഇങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. ഋഷി ചോദിക്കാനുള്ളത് കൊണ്ടാണ് അവൾക്ക് അഹങ്കാരം എന്നൊക്കെ പറയുന്നു. അമ്മ അപ്പോൾ പറയാണ്, അവളുടെ അഹങ്കാരം തീർക്കാൻ ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അത്രയും പെട്ടെന്ന് തന്നെ ഋഷിയുടെയും മിത്രയുടെയും വിവാഹം നടത്തും. ഈ ആഴ്ചയിൽ തന്നെ അവരെ എൻഗേജ്മെന്റ് നടത്തുമെന്നും പറയുന്നു. കുഞ്ഞി അപ്പോൾ ചോദിക്കാണ്, ആദിയില്ലാതെ എങ്ങനെയാണ് ആ ചടങ്ങ് നടത്തുന്നതെന്ന്. റാണിയമ്മ ഇപ്പോൾ പറയണം, ആരും വേണ്ട, ഞാൻ ആ ചടങ്ങ് ഉറപ്പായിട്ടും നടത്തിയിരിക്കും. എൻഗേജ്മെന്റ് കാര്യമാണെങ്കിൽ ആരും അറിയാൻ പാടില്ല. ഋഷി കൂടി ആ നിമിഷം മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്